എല്ലാവർക്കും നമസ്കാരം. അല്ലയോ പാർത്ഥ, അസൂയാലുക്കളായി എൻ്റെ ഉപദേശങ്ങളെ അവഗണിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഒട്ടും അറിവില്ലാത്തവരും മഠയരുമായി കണക്കാക്കണം. പൂർണ്ണത നേടുന്നതിനുള്ള അവരുടെ യത്നങ്ങൾ വിഫലമാവുകയും ചെയ്യുന്നു. അതായത് കൃഷ്ണാവബോധം ഉണ്ടാകാതിരുന്നാലുള്ള അപാകത ഇതിൽ വിവരിക്കുന്നുണ്ട്. ഒരു ഉയർന്ന ഭരണാധികാരിയുടെ ആജ്ഞ ലംഘിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു. അപ്പോൾ പിന്നെ പരമദിവ്യോത്തമ പുരുഷന്റെ ആജ്ഞ ലംഘിക്കുന്നവരും ശിക്ഷാർഹർ തന്നെയല്ലേ? അനുസരണയില്ലാത്ത അയാൾ എത്ര വലിയവനായാലും ശരി, ഹൃദയശൂന്യത കൊണ്ട് സ്വന്തം ആത്മാവിനെക്കുറിച്ചോ പരബ്രഹ്മത്തെക്കുറിച്ചോ പരമാത്മാവിനെക്കുറിച്ചോ ഭഗവാനെക്കുറിച്ചോ യാതൊരു വിവരവുമില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ ജീവന്റെ പൂർണ്ണതയെക്കുറിച്ച് അയാൾക്ക് ആശയ്ക്ക് വകയില്ലതാണ്. അല്ലയോ പാർത്ഥ, ജ്ഞാനിയും തൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഗുണങ്ങളിൽ നിന്ന് ആർജിച്ച സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു. നിയന്ത്രണം കൊണ്ട് എന്ത് പ്രയോജനം? കൃഷ്ണഭക്തിയുടെ അതീന്ദ്രിയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരൊഴികെ മറ്റാർക്കും പ്രകൃതി ഗുണങ്ങളുടെ സ്വാധീന ശക്തിയിൽ നിന്ന് മോചിതരാകാൻ കഴിയുന്നില്ല എന്ന് വിജ്ഞാനപരമായി പുരോഗമിച്ചവരെന്ന് ഭാവിക്കുന്ന ആധ്യാത്മിക ചിന്തകർ ആന്തരികമായി തങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രകൃതി ഗുണവിശേഷങ്ങൾക്ക് പൂർണ്ണമായും അടിമകളാണ്. മഹാപണ്ഡിതനായാലും ശരി, ഭൗതിക പ്രകൃതിയുമായുള്ള നിരന്തര സമ്പർക്കത്താൽ അയാൾ ബന്ധിതനാണ് എന്ന് സാരം. ഭൗതിക നിലനിൽപ്പിനായി തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ സദാ ചെയ്തുകൊണ്ടിരുന്നാൽ പോലും കൃഷ്ണാവബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഭൗതിക ബന്ധങ്ങളിൽ നിന്നും മുക്തി നേടാൻ അവന് കഴിയൂ. അതുകൊണ്ട് തന്നെ കൃഷ്ണാവബോധമാകാതെ ആരും തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. ധൃതിയിൽ ഒരാൾ തൻ്റെ നിർദ്ദിഷ്ട കർമ്മങ്ങൾ ഉപേക്ഷിച്ച് യോഗിയോ അതീന്ദ്രവാദിയോ ഒക്കെയായി സ്വയം അഭിനയിക്കരുത് എന്ന് സാരം. മലയാള പരിഭാഷ. അസൂയാലുവായിട്ടിന്നെൻ്റെ തത്വത്തെ ആചരിക്കാത്തൊരേ മൂഢരാമാനുഷർ ആയവർ തന്നുടെ യജ്ഞങ്ങളാകെയും പൂർണ്ണമാകാതിന്നു നഷ്ടപ്പെടുന്നടോ. ജ്ഞാനിയായുള്ളതാ യോഗികൾ പോലും ഈ പ്രകൃതി തൻ 3 ഗുണത്തിൽ കൈവരിക്കുന്ന ദുർബുദ്ധിയെ നിഗ്രഹിച്ചിടുവാനാകാതെ വർത്തിച്ചിടുന്നെൻ്റെ അർജുന. എല്ലാവർക്കും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.